ഈ മാസം നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്യുന്ന വിഷയം മിഷൻ പ്രവർത്തനവും അതിൻ്റെ വെല്ലുവിളികളും മിഷണറിമാർ മതപരിവർത്തകരോ എന്നുള്ളതുമാണ്. ഇന്ന് ഒരു സാധാരണ വിശ്വാസി ഒരു മിഷണറി വൈദികനെയോ സിസ്റ്ററിനെയോ ശുശ്രൂഷകനെയോ കാണുമ്പോൾ പറയുന്നത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ, ഭീഷണിയുണ്ടോ, നിങ്ങളുടെ മേൽ ആക്രമണം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയാണ്. മിഷൻ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി സാധാരണക്കാരിൽ മാറ്റം വന്നിരിക്കുന്നു. മിഷൻ എന്ന വാക്കിനെ മതപീഡനം, പൗരസ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധം എന്നൊക്കെ അർത്ഥാന്തരം സമകാലിക ഭാരതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ, സംഭവിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മിഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനോമുഖരത്തിലേക്ക് ഓടി വരേണ്ടത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ യേശുനാഥന്റെ ഈ കൽപ്പനയാണ് മിഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ വരേണ്ടത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ക്രിസ്ത്യാനി കടപ്പെട്ടവനാണ്. ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വമാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. ക്രിസ്തുവാഹകൻ സുവിശേഷ പ്രഘോഷകൻ കൂടിയായിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. സുവിശേഷം പ്രസംഗിക്കുക, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ ദൗത്യമാണ്, കടമയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റിഡംടോറിസ് മിസിയോ എന്ന ചാക്രിക ലേഖനത്തിൽ 2-ാം ഖണ്ഡികയിൽ പറയുന്നത് ഇങ്ങനെയാണ്: മിഷൻ പ്രവർത്തനം എല്ലാ രൂപതകളുടെയും, എല്ലാ ഇടവകകളുടെയും, എല്ലാ സ്ഥാപനങ്ങളുടെയും, എല്ലാ സംഘടനകളുടെയും ഉത്തരവാദിത്തമാണ്. അത് മിഷൻ രൂപതയെന്നോ മിഷണറി വൈദികനെന്നോ മിഷൻ ഇടവകയെന്നോ വേർതിരിവുകളില്ല. എല്ലാവരുടെയും കടമയും ഉത്തരവാദിത്വമാണ് യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 21-ാമത്തെ തിരുവചനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പ്രേക്ഷിത ദൗത്യത്തിനായി ക്രിസ്തു ശിഷ്യന്മാരിലൂടെ ഭരമേൽപ്പിച്ച ദൗത്യമാണ് സഭയിലെ ഓരോ അംഗമെന്ന നിലയിൽ നാം ഇന്ന് പിന്തുടരേണ്ടത്. പന്തക്കുസ്തായിൽ ആരംഭിച്ച ഈ ദൗത്യം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ, യുഗാന്ത്യം വരെ തുടരേണ്ടതാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേം മുഴുവനിലും, യൂദയായിലും, സമരിയായിലും, ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, നിങ്ങൾ ലോകമെങ്ങും പോയി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ പഠിപ്പിക്കുവിൻ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സഭയുടെ ഈ പ്രേക്ഷിത ദൗത്യം തുടരുന്നത് ഇന്ന് നമ്മളിൽ ഓരോരുത്തരോടും കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മിഷണറിമാർ മതപരിവർത്തകരോ എന്നുള്ളത്. മിഷണറിമാർ ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സഭയുടെ റിഡംടോറിസ് മിസിയോ എന്ന ചാക്രിക ലേഖനത്തിലെ 39-ാമത്തെ ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നത് മിഷണറി പ്രവർത്തനത്തിൽ നിർബന്ധത്തിന്റെ ഏതു രൂപവും ഒഴിവാക്കണം. മിഷണറിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ക്രിസ്തുവിനെ തൻ്റെ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും പ്രഘോഷിക്കൽ മാത്രമാണ് ദൗത്യമായിട്ടുള്ളത്. അത് വിദ്യാഭ്യാസ പ്രവർത്തനമാകാം, ആതുര പ്രവർത്തനമാകാം, പാവങ്ങളോടുള്ള പക്ഷം ചേരലാകാം, അനീതിക്കും അധാർമികക്കുമെതിരെ ശബ്ദമുയർത്തലാകാം.
ഏതു തലങ്ങളിലായാലും ക്രിസ്തുവിനെ അവന്റെ മൂല്യങ്ങൾക്കനുസരിച്ച്, വചനങ്ങൾക്കനുസരിച്ച്, കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കലാണ് മിഷണറിയുടെ ദൗത്യം. ഈ ദൗത്യത്തിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരിൽ, അവന്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്നവരിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മിഷണറിയിലൂടെ രൂപപ്പെടുകയും ക്രിസ്തുവിനെ അവർ അവരുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും ചെയ്യാൻ തയ്യാറാകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവർക്ക് തന്നെയാണ്. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തയ്യാറാകുന്നവർക്കാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മനപരിവർത്തനമാണ് പരിവർത്തനത്തിലേക്ക് നയിക്കുന്നത്. ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനത്തിനെ ക്രിസ്തീയ മിഷണറിമാർ കൂട്ടുനിൽക്കുന്നുമില്ല, പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അതിൻ്റെ എല്ലാ രൂപത്തിലും, നിർബന്ധിതമായ മതപരിവർത്തനത്തിൻ്റെ എല്ലാ രൂപത്തെയും ഒഴിവാക്കാനാണ് സമസ്ത മേഖലകളിലും പരിശ്രമിക്കുന്നത്. ഇന്ന് നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്യുന്നതിനായി 3 ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ഭാരതത്തിലെ മിഷൻ പ്രവർത്തനത്തിൽ ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അവ സഭയുടെ പ്രേക്ഷിത ദൗത്യത്തെ എങ്ങനെ ബാധിക്കുന്നു? 2, സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെന്ന് പറയുന്നതിൻ്റെയും എല്ലാ ക്രിസ്ത്യാനികളും മിഷണറിമാരാണെന്ന് പറയുന്നതിൻ്റെയും അർത്ഥം എന്താണ്? 3, സഭയുടെ മിഷൻ പ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ സെന്റ് എവുപ്രാസ്യ മിഷനിൽ എനിക്ക് എങ്ങനെ പങ്കാളിയാകാം, ഏതെല്ലാം വിധത്തിൽ സഹായിക്കാം?